ഡോക്ടർ ഇനിയും ചികിത്സ തുടങ്ങിയില്ലേ? പുറത്ത് രോഗികളൊക്കെ കാത്തു നിൽക്കുന്നു. അയ്യോ, ഡോക്ടർ നമ്പൂരി ഇനിയും വന്നില്ലേ? ലേറ്റ് ആവുന്നല്ലോ. എന്തു പറ്റി? വന്ന് വന്ന് തിരുമേനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യെന്നായി. ഹൃദയം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് പോയേ. ഡോക്ടർ ലീവാണോ അമ്പിളി? എന്റെ സുഹൃത്തിന് എന്ത് പറ്റി അമ്പിളി? ഡോക്ടർ പണി മതിയാക്കി പോയി. പോയാ? ശമ്പളം കുറഞ്ഞു പോയിട്ടാണോ? എങ്കിൽ പറഞ്ഞാ പോരെ. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പോണേന് ഒരു വാക്ക് ചോദിച്ചില്ല. കഷ്ടായി. അപ്പൂട്ടനൊന്ന് വന്നേ. ഈ വാച്ച് ആരുടേതാ? ഹായ്, എന്റെ വാച്ചങ്ങനെ അമ്പിളിയുടെ കയ്യിൽ വന്നു. എന്റെ കയ്യിലല്ല, ഡോക്ടർ നമ്പൂരിയുടെ കയ്യിലാ കിട്ടിയത്. നമ്പൂതിരിക്ക് ഇത് കിട്ടാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി പാടത്ത് പോയി മോട്ടർ അടിച്ചു. പിന്നെ എങ്ങോട്ടാ പോയത്? അപ്പൂട്ടാ, ഒളിച്ചു കളിച്ചത് മതി. എന്തിനാ ഡോക്ടറെ തല്ലിയത്? ഞാൻ തല്ലിയെന്നോ? എന്തൊക്കെയാ അമ്പിളി പറയണത്? മതി, അഭിനയം തീരെ ശരിയാവണില്ല. നിങ്ങൾ ആ പാവത്തെ തല്ലി ഓടിച്ചതാ. അമ്പിളിക്ക് എന്തിനാ അതിലെത്ര ദുഃഖം? ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത്. ഈ ആസ്പത്രിക്ക് വേണ്ടി. അയാൾ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ട്. അതിലുപരി എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നാൽ ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അടിച്ചോടിച്ചത്. എന്നാ മാന്യമായിട്ട് പറഞ്ഞേക്കണം. അതാ ഒരു മുതലാളി ചെയ്യേണ്ട മര്യാദ. അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ രാത്രി ഒളിച്ചും പാത്തും ഇങ്ങനെ. അപ്പൂട്ടന് ലജ്ജ തോന്നില്ലേ? ഇല്ല, നമ്പൂതിരിയല്ല ഏത് കോലോത്ത തമ്പുരാനായാലും അമ്പിളിയോട് അടുത്തിടപഴകിയ അപ്പൂട്ടിനെ സഹിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ആവുമ്പോ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അടുത്തിടപഴകിന്ന് വരും. അതിന് അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പഠിക്കാത്തവന്, സംസ്കാരമില്ലാത്തവന്. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അതിനുള്ളൊരു മനസ്സെനിക്കുണ്ട്. അയാളുടെ പോക്കത്ര ശരിയല്ലാന്ന് തോന്നി. അത് അപ്പൂട്ടന്റെ മാത്രം തോന്നല, ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ അമ്പിളിക്ക് എന്നേക്കാ വലുതാ ഡോക്ടറാണല്ലേ? ആര് വലുത് ആര് ചെറുത് എന്നതല്ല പ്രശ്നം. ഒരു ആസ്പത്രിയെ സംബന്ധിച്ച് ഡോക്ടറാണ് വലുത്. ആസ്പത്രി എങ്ങനെയാടി ഉണ്ടായത്? പൊട്ടിമുളച്ചൊന്നുമല്ലല്ലോ. നീ എങ്ങനെയാ ഡോക്ടറായത്? എടി 2 ലക്ഷം. വേണ്ട, എപ്പോഴും അത് വിളിച്ചു പറഞ്ഞ അപ്പൂട്ടൻ സ്വയം ചെറുതാകണ്ട. ഒക്കെ അപ്പൂട്ടനുള്ളത് തന്നെയാ. പക്ഷെ ആ പാവം നമ്പൂരി ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത്? സഹിക്കണില്ലല്ലേ? എന്താ ആ നമ്പൂതിരിക്ക് നിന്റെ മനസ്സ് പണയം വെച്ചോ? ചിലപ്പോ പണയം വെച്ചിട്ടുണ്ടാവും. അതിന്റെ വ്യക്തിപരമായ കാര്യം. നമ്പൂരി എനിക്ക് ഇഷ്ടമാണ് കൂട്ടിക്കോ. ഒന്നുകൂടെ പറയടി, ഒന്നുകൂടെ പറയാൻ. ഞാൻ അരിഞ്ഞോളെ. അപ്പൂട്ടന് ഭ്രാന്താണോ? അതേടി, ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. നിനക്കറിയില്ല എന്നെ. 5 കൊല്ലമായി നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക ഈ അപ്പൂട്ടൻ. നട്ട് നനച്ച് വളർത്തി. ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതി കാത്തിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. ഞാനത് മോഹിച്ചുപോയി. നീ മോഹിപ്പിച്ചു. നിന്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷേ എടീ, നിന്നെനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനായിരിക്കൂടി. മറ്റൊരാളോടൊപ്പം ഈ ജന്മം നീ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ മോളെ വൈകിയത്? എല്ലാരും കാത്തിരിക്കുക. എന്താ അമ്മ വിശേഷം? നല്ല വിശേഷം തന്നെയാ. അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ദോഷം പറയരുതല്ലോ, ചെറുക്കൻ സുന്ദരനാ, എനിക്കിഷ്ടപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ? ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത്? നിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അച്യുതൻ നമ്പ്യാരുടെ മോനാ. മോള് വേഗം പോയി ആ വേഷമൊക്കെ ഒന്ന് മാറ്. അപ്പൂട്ടനെ അറിയിക്കഴിഞ്ഞത് മോശമായി പോയില്ലേ? അറിഞ്ഞ അവന് സന്തോഷമായിരിക്കും. ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ. ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം. പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോള് വേഗം ചെല്ലേ. ആഹാ, നീ എന്താടി നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത്? ഈ വന്നിരിക്കുന്നത് ആരാന്നറിയോ? നിന്നെ പോലെ ഓട്ട MBBS കാരനല്ല. ആരായാലും എനിക്ക് കാണണ്ട. എനിക്കിപ്പോ ഒരു കല്യാണത്തിന് താല്പര്യമില്ല. കൊന്നുകളയും ഞാൻ ആസത്തെ. എന്നെ മാന്യന്മാരുടെ മുമ്പിൽ കരുതേച്ച് കാണിച്ചാവുണ്ടല്ലോ. പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അവൾ വരും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോളെ,
അമ്മ മോളുടെ നല്ലതിനെ പറയൂ. ഈ വീടിന്റെ സമാധാനം തകർക്കരുത്. എനിക്ക് വേണ്ടി മോളൊന്ന് ചെല്ലേ. അമ്മയല്ലേടി പറയുന്നത്. ഞാൻ കാല് പിടിക്കാം. ചേച്ചി വാ ചേച്ചി, സാരി എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ മോളെ വാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തന്റെ മോള് കോളടിച്ചു. ആട്ടെ, അമ്പിളി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ വേഗം എടുക്കാൻ പറ. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടിട്ട് പോരെ? ഇഷ്ടപ്പെടും. സരസ്വതി, ആ മോളെ, ഇതാ രാജീവൻ. നമ്മുടെ നാട്ടിലെ ലൊട്ടിലൊടുക്ക് ആശുപത്രിയിലെ പോലൊന്നും അല്ല. ഒരു ദിവസം 20 ഓപ്പറേഷൻ നടത്തുന്ന ഡാക്ടറാ. അതൊക്കെ അവക്കറിയാടോ. അവക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കേ. ഇഷ്ടപ്പെടാതിരിക്കോ നമ്പ്യാരെ? മോനെ, ഞാൻ ഇവളെ വളരെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ രാജീവ നീ ഒന്നും മിണ്ടാത്തത്? അവൻ ഫോട്ടോ കണ്ടതല്ലേ, ഇനി അവളോട് വല്ലതും സംസാരിക്കാനുണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഞാൻ സ്റ്റേറ്റ്സിൽ മറ്റൊരു കൾച്ചറിൽ വളർന്നവനാ. ഡാഡിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഒരു നാട്ടുമ്പുറത്താരി കല്യാണം കഴിക്കണമെന്ന്. ഓക്കെ, ഐ അഗ്രി. എനിക്കറിയേണ്ടത്, അമ്പിളി കോളേജിലൊക്കെ പഠിച്ചല്ലേ, മറ്റാരെങ്കിലുമായി, ഐ മീൻ ഇനി ലവ് അഫേഴ്സ്? നല്ല കാര്യായി. അച്ചടക്കത്തിലും അനുസരണയിലുമാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. അച്ഛൻ പറയുന്നതിന് മറുവാക്ക് അവക്കില്ല. അവക്ക് രാജീവനെ ഇഷ്ടമായി കഴിഞ്ഞു. എന്നാ വൈകിക്കണ്ട, ഇന്ന് തന്നെ ജോലിസരെ കണ്ട് നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം. താൻ പാടൂ. അപ്പൂട്ടൻ, ആ ചെറ്റയുടെ പേര് പറഞ്ഞാ കൊല്ലും ഞാൻ. MBBS പെണ്ണിനെ വെറും 7-ാം കൂലിക്ക് കെട്ടണം പോലും. ഞാൻ അന്നേ പറഞ്ഞതാ, ഒടുവിൽ അത് തന്നെ ആവശ്യപ്പെടുമെന്ന്. രാജീവനുമായിട്ടുള്ള വിവാഹത്തിന് 25-ാം തീയതി മുഹൂർത്തം കുറിച്ചിരിക്കുക. രാവുണ്ടി ആ വാക്ക് കൊടുത്തിരിക്കുന്നേ, അത് നടക്കണം, അതേ നടക്കൂ. അവൻ പണം ചെലവാക്കിയെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്കാം. അപ്പുട്ടാ, അപ്പുട്ടാ, ഇങ്ങനെ പോത്ത് പോലാട് തുടങ്ങിക്കോ. പല്ലതും അറിഞ്ഞോടാ നീ? എന്താ? അമ്പിളി ആസ്പത്രി വന്നിട്ടില്ല. അത്രേ ഉള്ളോ? സുഖമില്ല എന്നിട്ടാവും. അതല്ലടാ, അവളിനി ആശുപത്രി വരില്ല. അതെന്താ? അവളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ, അപ്പൊ അമ്പിളി അത് വീട്ടിൽ പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. ഛേ, ഞാൻ എന്തൊക്കെയാ അമ്പിളിയെ കുറിച്ച് ധരിച്ചത്. ഒരുപാട് വേദനിപ്പിച്ചു. ഛേ, കഷ്ടായി. അല്ല, ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വെച്ച് അമ്പിളിക്ക് ആശുപത്രിയിൽ വന്നാലെന്താ? അതല്ലടാ. പിന്നെ അമ്പിളി മച്ചു നമ്പ്യാരുടെ മകൻ രാജീവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കണം. എന്നെ വേണി കൊന്നു, എന്നാൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ. ഈ മാസം 25-ാം തീയതി മുഹൂർത്തം വരെ തീരുമാനിച്ചിരിക്കണ. ഈ കേട്ടത് ശരിയാണോ വക്കച്ച? അതെ. ഇക്ക, അത് വേണ്ട. സത്യമാണടാ, എല്ലാ രാവുണ്ണിയുടെ ഏർപ്പാടായിരുന്നു. അവര് നിന്നെ ചതിക്കുകയായിരുന്നു. കൊല്ലും ഞാൻ. നന്ദി കെട്ടവനെ,
ഇറങ്ങി വാടാ. ഈ അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ മകൾക്ക് മറ്റൊരുത്തം പുറവ് കൊടുക്കുന്ന എനിക്കൊന്ന് കാണണം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇറങ്ങി വാടാ. എന്താ അപ്പൂട്ടൻ ബഹളം വെക്കാതെ? ഇല്ല മാധവേട്ട, ഞാൻ അടങ്ങില്ല. അവള് പറയട്ടെ. എടി ഡോക്ടറെ, അമേരിക്കൻ സായിപ്പിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് വെറും പുല്ലാണല്ലടി. എടി 2,80,112 രൂപ മുടക്കി പഠിപ്പിച്ചതാ. അപ്പൂട്ടനെ ചതിച്ച എല്ലാത്തിനും ഞാൻ വെട്ടി നിരത്തും. എടേ രാവണി, ചെറ്റേ ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വേണം. നീ വന്നോ? എന്റെ കണക്കുകൂട്ടൽ തെറ്റില്ല. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പേ മരത്തെ കാണുന്നവനായി രാവുണ്ണി. എന്റെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ. ആരെ കെട്ടണമെന്ന് അവള് തീരുമാനിക്കും. നിനക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് വെച്ച് വീട് നീളെ നടന്നു പെണ്ണുതായോ എന്ന് പറഞ്ഞ് ഓരിയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് തരാൻ ഇവിടെ പെണ്ണില്ല. തെരുവ് പട്ടിയെ പോലെ ഓരിയിട്ട് തെണ്ടി ഇറന്ന് താനില്ലടോ. ഇപ്പൊ താൻ വലിയ എണ്ണത്തിലെ പട്ടിയായത് അപ്പോഴേ കാച്ചോണ്ടില്ലടോ. കൊറേ നാളായല്ലോടാ നീയൊക്കെ കാശിന്റെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ട്. എന്റെ മോള് ഡോക്ടറായ ഒരുത്തനെ നക്കാപ്പിച്ചോണ്ടല്ല, അവരുടെ ബുദ്ധി കൊണ്ടാ. 2,80,000 ഉലുവ എന്താടാ? പലിശ സഹിതമുണ്ട്. എണ്ണി നോക്ക്. പോരാത്ത എന്താന്ന് വെച്ചാ പറ. രാവുണ്ണിക്ക് പണം പുല്ലാടാ. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയും മക്കളെയും വിൽക്കുന്ന ചെറ്റ്. അപ്പൂട്ടൻ പണം കണ്ട് വളർന്നവനാടാ. വാരി കൊടുത്തിട്ടുള്ളൂ, പിടിച്ചു വാങ്ങിയിട്ടില്ല. പണം എണ്ണി മേടിച്ചവരകത്തുണ്ട്. അവര് പറയട്ടെ, വിളിക്കണവരെ. വിളിക്കണവളെ, എനിക്ക് സംസാരിക്കണം. അവക്ക് നിന്നെ ഈ ജന്മം കാണണ്ടടാ. കിടന്ന് ചിലക്കലടാ നമുക്ക്. അത് അവരവര് സംസാരിച്ച് തീരുമാനിക്കട്ടെ. ഒന്നും തീരുമാനിക്കണ്ട. അത്ര ദണ്ണമാണെങ്കിൽ നിന്റെ മോളെ അവന് കെട്ടിച്ചൂടാ. രാവണേടാ കൊടുക്കില്ല. താമരക്കുളത്ത് ഒരു വീട്ടിൽ നിന്ന് ഇവന് പെണ്ണ് കിട്ടില്ല. എന്താ തെമ്മാടിക്കാരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? എടാ പട്ടി, നിന്റെ തിണ്ടമെടുക്ക് താമരക്കുളത്തെ നടക്കൂ. നീ ഇവിടുത്തെ തൊക്കട ഉണക്കൽ ചോറല്ലേ ഉണ്ടിട്ടുള്ളൂ. പറക്കണക്കിന് പച്ചരിച്ചോറുണ്ടെന്ന പാണ്ടികളെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് വെച്ച് വിളമ്പാ കൊണ്ടുവന്നിട്ടുണ്ടാ. എടാ ഭൂതപ്പാണ്ടി, ഇറങ്ങി വാടാ. ഇവൻ ആർത്തി പിടിച്ച് നിൽക്കുക. എന്താ വേണ്ടതെന്ന് വെച്ചാ വിളമ്പി കൊടുക്കടാ. സോഡ. Oh!